പരിശുദ്ധനായ അല്ലാഹു അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ പുണ്യമായ ഈ ദിവസത്തിൽ വിശുദ്ധമായി അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അനശ്വരമായ പാരമ്പര്യ ലോകത്ത് അല്ലാഹു അവന്റെ സ്വർഗീയാരാമത്തിൽ നമ്മയും നാമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിരവധി പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും പുണ്യങ്ങളുടെ ഉപകാരമായ വിശുദ്ധ റമദാൻ, ആ റമദാനിലെ ഒടുവിലെ ജുമാഇലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ റമദാൻ നമ്മോട് വിട പറയാൻ അടുത്തിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്രയും പുണ്യകരമായ ഒട്ടനവധി അല്ലാഹുവിന്റെ ഓഫറുകളും എല്ലാം വിശുദ്ധ മാസത്തിൽ, ആ മാസത്തിനോട് നാം ഏത് രൂപത്തിൽ ബന്ധപ്പെട്ടു, ഏത് രൂപത്തിൽ അതിനെ നാം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. രണ്ടാമത്തെ അനുഗ്രഹങ്ങളുടെയും പാപഭംഗിതമായ ജീവിതം നയിച്ച കോടിക്കണക്കിന് ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാപ്പ് ചെയ്ത മഗ്ഫിറത്തിന്റെ നാളുകൾ, ഇപ്പോൾ നരകത്തിലേക്ക് വിധേയമാക്കപ്പെട്ട കോടാനുകോടി ജനങ്ങളെ സർവാധിനാഥനായ കാരുണ്യവാനായ റബ്ബ് തആല അവന്റെ വിശാലമായ സ്നേഹവായ്പ കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യനാളുകളിലൂടെയാണ് ഞാൻ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ദിവസം വരെയും, ഇന്ന് നോമ്പ് 24, ഈ ദിവസം വരെയും നോമ്പനുഷ്ഠിക്കുവാനും സാധ്യമാവുന്ന രൂപത്തിലെല്ലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അതുപോലെ തന്നെ തറാവീഹ് നമസ്കരിക്കാൻ നാവിനെയും നമ്മുടെ ശരീര ഇച്ഛകളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് നല്ലത് ചിന്തിക്കാൻ, നല്ലത് പറയുവാനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. നാം ചെയ്ത എല്ലാ അമലുകളും അവയിൽ വന്നുപോയ പോരായ്മകൾ അല്ലാഹു തആല പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും, ഇതുപോലെ ഒട്ടനവധി പുണ്യനാളുകളെ ആവശ്യത്തോടെ വരവേൽക്കുവാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനുള്ള ദീർഘായുസ്സും ആരോഗ്യവും അതുകൊണ്ട് തൗഫീഖും ജയനീയതാവായ അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ തരുണത്തിൽ നമ്മൾ നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കണം, സൃഷ്ടാവായ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മകൾക്ക് എണ്ണമറ്റ പ്രതിഫലങ്ങൾ വാരിക്കോരിച്ച് തരുന്ന പവിത്രമായ മാസം, ഈ അനുഗ്രഹീത നാളുകൾ നമ്മോട് വിട പറഞ്ഞു പോകുമ്പോൾ ഇന്ന് ലോകമെമ്പാടുമുള്ള നമ്മുടെ മുസ്ലിം ഭവനങ്ങളിൽ, പള്ളികളിൽ, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഇന്നത്തെ ഖുതുബയിലൂടെ വിശുദ്ധ റമദാൻ മനുഷ്യലോകത്തിനോട് സലാം പറയുന്നതായി കേൾക്കുവാൻ കഴിയും. അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും അതുപോലെ എണ്ണമറ്റ അനുഗ്രഹങ്ങളുമായുള്ള വിശുദ്ധ റമദാൻ വിട പറയുന്ന ഒരു ദിവസമാണ്. ഖുതുബകളിലൂടെ വിട പറഞ്ഞ നാളെ പെരുന്നാളാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇനിയൊരു വെള്ളിയാഴ്ച ഇല്ലാത്തതുകൊണ്ട് ലോകമെമ്പാടുമുള്ള പള്ളികളിലൂടെ, മിമ്പറിലൂടെ ഈ റമദാൻ സലാം പറയുന്നത് വല്ലാത്തൊരു അവസ്ഥാവിശേഷമാണ്. ഈ സന്ദർഭം നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ, ഈ ഒടുവിലെ പത്താവുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റസൂലുള്ളാഹിയുടെ സ്വഭാവം ഉണ്ടായിരുന്ന റമദാൻ ഒടുവിലെ പത്തായാൽ എന്താണ് നബിയുടെ പ്രവൃത്തി, എന്താണ് നബിയുടെ നടപടിക്രമങ്ങൾ, എങ്ങനെയായിരുന്നു? സ്വഹീഹായ ഹദീസുകളിൽ കാണുവാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ റമദാനിന്റെ ഒടുവിലെ പകുതിയായാൽ അരയും തലയും മുറുക്കി പള്ളിയിൽ തന്നെ ചെലവഴിച്ചതായി കാണുവാൻ കഴിയും. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അവന് വേണ്ടി ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, അല്ലാഹുവിന്റെ ചിന്തയിലായി ഒഴുകിക്കൊണ്ട് ഫുൾ ടൈം പള്ളിയിൽ ഇരിക്കുന്ന ഒരു പ്രകൃതിയായിരുന്നവരെ, കൂടുതൽ സമയം പള്ളിയിൽ വിനിയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നവരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒടുവിൽ ചെയ്തത്. ബിസിനസ്സിലും മറ്റ് ജോലിയും പഠനവും മറ്റുമായി നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് കഴിയില്ല. പക്ഷേ എങ്കിലും ഈ നാടുകളിൽ എന്താണ് ഇത്രമാത്രം എല്ലാ
എല്ലാവരും ജാഗ്രത പുലർത്താൻ കാരണം ഈ രാത്രി ഒടുവിലെ പത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു രാത്രി അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പുണ്യമായ രാത്രി അത് കഴിഞ്ഞു പോയോ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ള ആ വിഷയം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹർ. മുൻകാല സമുദായങ്ങൾക്കെല്ലാം യുഗാന്തരങ്ങളിലുള്ള പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ അനുയായികൾക്കും ആയിരക്കണക്കിന് വയസ്സായിരുന്നവരെ അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ 1000 കൊല്ലം ഇസ്ലാമിക സരണിയിൽ അല്ലാഹുവിന്റെ തഖ്വയോടുകൂടെ ജീവിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ഒരു മഹാനെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിശ്വാസരംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ സർവായുധ വിഭൂഷിതരായി വന്നപ്പോ പട്ടാളമായി അവരോട് ഈമാനിക ആവേശം കൈമുതലാക്കി അതിനെ ആയുധമാക്കി പടവെട്ടിയ മഹാനായ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് പ്രവാചകൻ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 1000 കൊല്ലം സമരമുഖത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് ഷഹാദയെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി തനിക്കെതിരെ വരുന്ന ശത്രുക്കളോട് തന്റെ കയ്യിലുള്ള വളരെ തുച്ഛമായ ഒരു ചെറിയ ആയുധം വെച്ചുകൊണ്ട് പടവെട്ടിയ ഒരു കഥ. ഇത് കേട്ടപ്പോ സഹാബികൾ ആശ്ചര്യപ്പെടുത്തലാകുകയാണ്. എന്താ നബിയെ, അദ്ദേഹത്തിലേക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എത്രയായിരിക്കും? എത്രമാത്രം പ്രതിഫലമായിരിക്കും? 1000 കൊല്ലത്തോളം അല്ലാഹുവിന് വേണ്ടി സമരമുഖത്ത് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇലാഹി ചിന്തയിലായി തഖ്വയിലായി നല്ല സൽപ്രവർത്തനങ്ങളുമായി 1000-ലേറെ വർഷം ജീവിച്ച ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്? ആദം നബി ഇസ്ലാമിന്റെയും നൂഹ് നബി ഇസ്ലാമിന്റെയും ശീസ് നബി ഇസ്ലാമിന്റെയും സ്വാലിഹ് നബി ഇസ്ലാമിന്റെയും അതുപോലെ സുലൈമാൻ നബി ഇസ്ലാമിന്റെയും ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അവർക്കും അവരുടെ അനുയായികൾക്കും അല്ലാഹു തആല ദീർഘായുസ്സ് നൽകി. 900 വർഷം, 700 കൊല്ലം, 800 കൊല്ലം, 1350 കൊല്ലം, 250 കൊല്ലം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെയും എന്റെ സമുദായത്തിന്റെയും ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോ 60-ഉം 70-ഉം കഴിഞ്ഞവരെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ രക്ഷിതാക്കൾ ഉണ്ടാവാം. അവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. 70 കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക സർക്കിളിന് പുറത്താണ്, അവർ വിശ്വാസി എന്ന അർത്ഥത്തിലല്ല. അധികവും 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. അത് നമുക്ക് ദൈനംദിന ദൃശ്യമാധ്യമങ്ങളോട് നമ്മെ വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള മരണവാർത്തകൾ വായിച്ചാൽ നമുക്ക് അറിയുവാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ 63-ാമത്തെ വയസ്സിലാണ് പറഞ്ഞത്. മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല 63-ാമത്തെ വയസ്സിൽ തന്നെയാണ് ലോകത്തോട് പറഞ്ഞു പോയത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനും ഖലീഫയുമായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല 63-ാമത്തെ വയസ്സിലാണ് മരണമടഞ്ഞത്. എന്നാൽ മറ്റൊരു ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല 82 കൊല്ലം ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ അധികവും അങ്ങനെയാണെന്നാണ് പ്രവാചകൻ പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രവചനം സമകാലികവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നാം ചിന്തിച്ചാൽ നമുക്കറിയാൻ കഴിയും, ഇന്നത്തെ സമുദായം, ഇന്നത്തെ നമ്മുടെ ആയുസ് വളരെ തുച്ഛമല്ലേ. നമ്മുടെ പത്രങ്ങളിൽ ചരമക്കോളമുണ്ട്, ചരമ വാർത്തകളുടെ ഒരു പേജ് മുഴുവനുണ്ട്, മിക്ക പത്രങ്ങളിലുമുണ്ട്. ആ പേജ് നിങ്ങൾ നിവർത്തി നോക്കുക. അതിൽ ഹാർട്ട് അറ്റാക്ക് ആയിക്കൊണ്ടും കിഡ്നി സംബന്ധമായും ഇതര രോഗങ്ങളായും അതുപോലെ തന്നെ ആക്സിഡന്റിലും ഒക്കെ പെട്ടുകൊണ്ട് മരണമടഞ്ഞവരുടെ ഫോട്ടോ സഹിതവും അല്ലാതെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ ആ പേജിൽ മൊത്തമുള്ള മരണപ്പെട്ടവരുടെ എണ്ണത്തിൽ 50 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും. അതിൽ 80% എന്നുള്ളത് എത്രയോ ദിവസങ്ങൾ പത്രങ്ങൾ നോക്കുന്നതിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ സമുദായത്തിന് തുച്ഛമായ ആയുസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമാകണം പരലോകത്തും അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതരാവൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമാകണമല്ലോ. അതുകൊണ്ട് തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നബിയുടെ സമുദായത്തിനും അല്ലാഹു തആല നൽകിയ പ്രത്യേകമായ ഏറ്റവും ടോപ്പ് മെഗാ ഓഫറാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഇത് നാം ചെറുതായി ലൈലത്തുൽ ഖദർ ചെറുതായി തള്ളിക്കളയേണ്ട ഒരു
ആധുനിക സമുദായത്തിലില്ല, ഒരു പ്രവാചകന്റെയും സമുദായത്തിന് ലൈലത്തുൽ ഖദർ അല്ലാഹു നൽകിയിട്ടില്ല. മറിച്ച് അവർക്ക് നോമ്പുണ്ടായിരുന്നു, നിസ്കാരം, ചില ഒറ്റപ്പെട്ട നിസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ ഉണ്ടായിരുന്നു, മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 5 നേരത്തെ നിസ്കാരത്തെ ഒന്നിപ്പിച്ചത് നമ്മുടെ പ്രത്യേകതയാണ്. കൂടാതെ ആയുസ് ചുരുങ്ങിപ്പോയ നമുക്ക് ആയിരക്കണക്കിന് കൊല്ലം ഭൂമിയിൽ അല്ലാഹുവിന്റെ തഖ്വയോടുകൂടി ജീവിച്ച ആ കാലഘട്ടത്തിലെ സത്യവിശ്വാസികളുടെ ആരാധനകളുടെ വിഷയങ്ങളിൽ അവരെ ഓവർടേക്ക് ചെയ്യാൻ ഈ സമുദായത്തിലെ സാധാരണക്കാർക്ക് അല്ലാഹു അവസരം നൽകിയ എങ്ങനെ അല്ലാഹു പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മുമ്പുള്ള ആളുകൾക്കെല്ലാം അല്ലാഹു തഖ്വയോടെ ജീവിച്ചവർക്ക് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആയുസ്സാണ് അവർക്കുണ്ടായതെങ്കിൽ നമുക്ക് തുച്ഛമായ ആയുസ്സാണ്. അപ്പൊ സ്വഹാബികൾ പറയുന്നു, നമുക്കപ്പോൾ കുറഞ്ഞ പ്രതിഫലമല്ലേ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹമുണ്ടായിരുന്നു, ആരാധനകളിലും അല്ലാഹുവിന്റെ പുണ്യം നേടിയെടുക്കുന്നതിലും എന്റെ സമുദായത്തിന് ഏറ്റവും കൂടുതൽ സ്ഥാനമുണ്ടാവണം നമുക്കിടമായ ആഗ്രഹം അല്ലാഹു സഫലീകരിച്ചുകൊണ്ട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നു ഈ പ്രത്യേകമായ പാരിതോഷികം. എന്താണ് പാരിതോഷികം? അല്ലാഹു പറയട്ടെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അല്ലാഹുവിന്റെ വിശിഷ്ടമായ വിശുദ്ധമായ ഗ്രന്ഥം അവതരിപ്പിച്ച ലൈലത്തുൽ ഖദറില്ല. ചുരുക്കി പറയാനേ സമയമുള്ളൂ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്ക് അറിയുമോ? നമ്മളോട് ചോദിക്കുക, ലോകത്തുള്ള മനുഷ്യരോട് ചോദിക്കുക, എന്താ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ? പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനോ? അല്ലേ, അല്ല. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളേക്കാൾ പുണ്യമാണ് ആ രാത്രി. അഥവാ തുച്ഛമായ ആയുസ്സുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള ആ പുണ്യ ദിവസത്തിന്റെ രാത്രിയുടെ ഏതാനും യാമങ്ങൾ ചെയ്യുന്ന ആരാധനകൾക്ക് 1000 മാസം കണ്ടിന്യൂസ് ആയിക്കൊണ്ട് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു ഔദാര്യമായി നൽകുകയാണ്. ഇതൊരു സമുദായത്തിലില്ല, മുൻകാലത്തുള്ള ഒരു സമുദായത്തിനും അല്ലാഹു ഔദാര്യം നൽകിയിട്ടില്ല. സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദാഹരണം പറയട്ടെ, 65 കൊല്ലം ഭൂമിയിൽ ഒരാൾ ജീവിച്ചു എന്ന് സങ്കല്പിക്കുക. 65 കൊല്ലം ഭൂമിയിൽ അല്ലാഹു ആയുസ് നൽകിയിട്ടുള്ള ഒരാൾ ആദ്യത്തെ 15 ദിവസം കുട്ടിക്കളിയായി കുട്ടിപ്രായമായി മാറ്റി നൽകാം. ബാക്കി 50 കൊല്ലം അല്ലാഹുവിന് വേണ്ടി തഖ്വയോടുകൂടെ നോമ്പനുഷ്ഠിച്ച് ഇബാദത്ത് ചെയ്ത് ഖുർആൻ ഓതി സൽക്കർമ്മങ്ങൾ ചെയ്ത് അവർ നല്ല തഖ്വയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ 50 കൊല്ലം റമദാൻ ഉണ്ടായിട്ടുണ്ടല്ലോ, 50 കൊല്ലം ലൈലത്തുൽ ഖദർ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ലൈലത്തുൽ ഖദർ ഈ 50 കൊല്ലം ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകിയാൽ ഒരു ലൈലത്തുൽ ഖദറിന് കിട്ടുന്ന പ്രതിഫലം എത്രയാ? 83 വർഷത്തെ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. എങ്കിൽ 50 കൊല്ലം ഇബാദത്ത് കിട്ടി, ഇബാദത്തിൽ കിട്ടാൻ സൗഭാഗ്യം ലഭിച്ച ഒരു സത്യവിശ്വാസി, മുഹമ്മദിയ സമുദായത്തിലെ ഒരു സത്യവിശ്വാസി, ഈ കൊടുങ്ങല്ലൂരിലെ ഒരു സത്യവിശ്വാസിക്ക് 50 കൊല്ലം ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അവൻ നേടിയാൽ മുൻകാല സമുദായക്കാർ, മുൻകാല പ്രവാചകന്മാരുടെ അനുയായികൾ 3000 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിലും 2000 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിലും 1000-ൽ പരം വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിലും ഈ ആഹൃതമാണ് ജീവിക്കുന്ന കൊടുങ്ങല്ലൂരിലെ ഒരു പാവപ്പെട്ട സഹോദരന്റെ അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് 50 കൊല്ലം ലൈലത്തുൽ ഖദർ കിട്ടുക വഴി 4375ഓളം കൊല്ലം കണ്ടിന്യൂ ആയിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടി തഖ്വയോടെ ജീവിച്ച, അവന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച, അവന് വേണ്ടി അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച ഏറ്റവും ഉന്നതമായ പ്രതിഫലമാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസിക്കും ജൈനികമായ സ്നേഹനിധിയായ കരുണാവാനതിയായ ദൈവം തമ്പുരാൻ നമുക്ക് ഔദാര്യമായി നൽകുന്നത് എങ്കിൽ ഈ സമുദായത്തിന്റെ പ്രത്യേകത എന്താ? ഈ സമുദായത്തിന്റെ യശസ്സും പ്രൗഢിയുടെ മഹത്വം എത്രയാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നബിയുടെ സമുദായത്തിന്റെയും ആ യശസ്സും പ്രസിദ്ധിയും പ്രാധാന്യവും ഇസ്സത്തും എത്രയാണ് എന്ന് നാം നമ്മെ കുറിച്ച് ഒരു വേള ചിന്തിക്കുക. അതിന് വേണം ആ ലൈലത്തുൽ കേൾക്കണമെന്ന, ലൈലത്തുൽ പുണ്യം ലഭിക്കണമെന്ന ഉത്കടമായ ഉദാത്തമായ ആഗ്രഹം ഉണ്ടാവണം. പോരാ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമുക്കുണ്ടാവണം, അതിനുവേണ്ടിയുള്ള ഇബാദത്തുകൾ ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നിർഭരമായ മനസ്സുകൾ മത്സരബുദ്ധിയോടുകൂടെ നിർവഹിക്കുവാനും അല്ലാഹുവിന്റെ അടുക്കൽ സകലമായ പാപങ്ങൾ മറക്കി വെച്ചുകൊണ്ട് പശ്ചാത്തലിച്ചു മടങ്ങുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അല്ലാഹു തരാൻ തയ്യാറാണ്, ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം, പഠിച്ചു തരാൻ
എന്തേ ഈ രാത്രിയുടെ പ്രത്യേകത? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഒരു മണിക്കൂർ വിശദീകരിക്കുന്ന സൂക്തമാണ്. തനസ്സലുൽ മലായികത്തു, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മലാക്കമാർ അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ഇറങ്ങി വരും. അപ്പൊ മലക്കുകൾ ഇപ്പോൾ ഇറങ്ങി വരുന്നില്ലേ? ഉണ്ട്. നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ട് മലക്കുകൾ ഈ പള്ളിയിലുണ്ട്. വിശുദ്ധ ഖുർആൻ എവിടെയുണ്ടോ അവിടെ മലക്കുകളുണ്ട്. വിശുദ്ധ ഖുർആൻ ആര് പാരായണം ചെയ്യുന്നു അവിടെ മലക്കുകളുണ്ട്. നിസ്കാര ശേഷം അവിടെ ഇരുന്ന് ആര് ദുആ ചെയ്യുന്നുണ്ടോ അവർക്ക് മലക്കുകൾ ആമീൻ പറയാൻ മലക്കുകൾ സ്പോട്ടിലുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ തനസ്സലുൽ മലായികത്തു, അന്നേ ദിവസം കോടാനുകോടി മലക്കുകളാണ് ഭൂമിയിൽ അല്ലാഹു തആല വിന്യസിക്കുന്നത്. വറൂഹു ഫീഹാ, അവരോടൊപ്പം റൂഹുണ്ട്. എന്താണ് റൂഹ്? ഖുർആന്റെ ഡെഫിനിഷൻ നൽകിയ മഹാരഥന്മാരായ പണ്ഡിത പ്രമുഖന്മാർ, മഹാനായ ഖുർതുബി ഇമാമും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ റൂഹ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഹദീസുകളുടെ പിൻബലത്തിൽ അവർ രേഖപ്പെടുത്തുന്നു, അവർ പഠിപ്പിച്ചു തരുന്നു. ഈ മലക്കുകൾ മാത്രം വന്ന് പോകലല്ല, അവരോടൊപ്പം കോടാനുകോടി മലക്കുകളുടെ ലീഡറായ ക്യാപ്റ്റനായ മഹാനായ മുക്കറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോടൊപ്പമുണ്ട്. അവർ ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്. ജിബ്രീലിന്റെ മഹത്വമുണ്ട്. ചെറിയ ആളല്ല, സാധാരണക്കാരനായ ആളല്ല. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകന്റെ ഗൈഡായി പ്രവാചകനോടൊപ്പം ഉണ്ടായ മഹാനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള ലക്ഷത്തിൽ പരം വരുന്ന മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു എന്നുള്ള ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുത്തത് ജിബ്രീലാണ്. ആ ജിബ്രീലിന്റെ നേതൃത്വത്തിലായിക്കൊണ്ടാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ ഭൂമി മുഴുവൻ എങ്ങനെയാണ് ജിബ്രീൽ എത്തിയാൽ സംശയമൊന്നും വേണ്ട. ആ ബഹിരാകാശ യാത്രയിൽ ആ അല്ലാഹുവുമായി കണ്ടുമുട്ടിയ മിഅ്റാജിന്റെ രാത്രിയിൽ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ ചോദിച്ചില്ലേ, നബിയെ എന്നെ നിങ്ങൾക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ടോ? റസൂൽ ചോദിക്കുക, ആയിരക്കണക്കിന് പ്രാവശ്യം നിങ്ങളെ ഞാൻ കണ്ടു കഴിഞ്ഞു, ഇതെന്തൊന്ന് കാണാൻ? അല്ല, എന്റെ തനി രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ കണ്ണും നടക്കി. മഹാനായ നബി കണ്ണും നടച്ചപ്പോ, മഹാനായ പ്രവാചകൻ കണ്ണും നടച്ചപ്പോ കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രൗഢമായ ആ ചിറകുകളും എല്ലാം വിടർത്തി പ്രത്യേകമായ രൂപം ഏഴാകാശവും സ്പേസും സൂപ്പർ സ്പേസിനും അപ്പുറം മുതൽ ഏകദേശം ഭൂമി വരെ ആണ്ട് നിൽക്കുന്ന ഉല്ലാസമാണ് വഴിയുള്ള ഭീമമായ വലിയൊരു രൂപം കണ്ടുകൊണ്ട് മതി നിങ്ങൾ പഴയ രൂപത്തിലേക്ക് മടങ്ങി വരണേ എന്ന് മഹാനായ നബി പറയുകയും ജിബ്രീൽ മടങ്ങി വന്നതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രത്യേകമായ കഴിവ് നൽകി ഭൂമിയിൽ ഇറങ്ങി വന്നാൽ ഈ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ പരിലസിക്കുമാർ അത്രയും പ്രൗഢമായ രീതിയിലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സംവിധാനം ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത രൂപത്തിൽ, മനുഷ്യ രൂപത്തിലും അല്ലാതെയൊക്കെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. മഹാനന്ദന്മാരായ പണ്ഡിതന്മാർ എന്ന് വെച്ച ഹദീസുകളുടെ വെളിച്ചത്തിൽ കാണാം മലക്കുകളെ സംബന്ധിച്ച് മലക്കുകൾ എന്ന് പറയുന്നവർ വ്യത്യസ്തവും സുദൃഢവുമായ രൂപത്തിൽ രൂപാന്തരപ്പെടുവാനുള്ള അപാരമായ കഴിവ് നൽകപ്പെട്ട ഈ ഭാഗമാണ് മലക്കുകൾ എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അകമ്പടിയോടുകൂടെ ഭൂമിയിൽ അല്ലാഹു തആല കോടിക്കണക്കിന് മലക്കുകളെ വിന്യസിക്കുന്ന രാത്രി. അവർ ചുമ്മാ ഒരു വിസിറ്റിംഗ് വരുന്നതല്ല, എല്ലാ കാര്യ സമ്പൂർണ്ണമായ വിഷയങ്ങളോടുകൂടിയാണ് അവർ വരുന്നത്. ആ ദിവസം അന്ന് പ്രഭാതമാകുന്നതുവരേക്കും നിങ്ങൾക്ക് രക്ഷയാണ്, ശാന്തിയാണ്, മോചനമാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗമാണ് എന്ന് ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സന്ദേശം എത്തിയപ്പോ തുച്ഛായുസുള്ള നമുക്ക് രക്ഷപ്പെടുവാൻ ഇത്രയും സുന്ദരമായ സുതാര്യമായ മാർഗമുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ സന്തോഷ വാർത്ത അറിയിക്കാൻ റസൂൽ സഹാബത്തിലേക്ക് ഓടി വന്നു അത്രേ. പക്ഷേ ഓടി വന്നപ്പോ രണ്ട് സഹാബികൾ തമ്മിൽ വഴക്ക് കൂടുന്നതാണ് റസൂൽ കാണുന്നത്. അവർ തമ്മിൽ വഴക്കടിച്ചുകൊണ്ടിരിക്കുക. റസൂൽ കുറച്ചു നേരം നോക്കി നിന്നു. ആ നോക്കി നിന്ന സമയത്തിനിടയിൽ ആ കറക്റ്റ് ദിവസം എന്നാണെന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ മെമ്മറിയിൽ നിന്നും അത് അല്ലാഹു ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. അല്ലാഹു തആല വിഡ്രോ ചെയ്തു, ആ ഓർമ്മ ശക്തിയെ പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തൊരു മനുഷ്യരാണ് നിങ്ങൾ, നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ, നിങ്ങൾ ആയിരക്കണക്കിന് കൊല്ലം ജീവിച്ച പ്രതിഫലം ഒറ്റ ദിവസം കൊണ്ട് തരാൻ ഒരു സുവർണ ദിവസം, ഒരു പുണ്യദിനം, ഒരു മുഹൂർത്തം അല്ലാഹു നിശ്ചയിച്ചു തന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ എന്റെ മെമ്മറിയിൽ ഇപ്പോൾ അതില്ല, അത് പോയി. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു,
1000 മാസങ്ങളേക്കാൾ അഥവാ ഒരു മനുഷ്യൻ 83 കൊല്ലക്കാലം കഠിനമായി കൊണ്ട് ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരു രാത്രിയുടെ യാതൊരുങ്ങളിൽ പടച്ചുറപ്പാൻ ഔദാര്യമായി തരുന്ന ആ പുണ്യദിനം റമദാനിലെ ഒടുവിലെ ഒറ്റയായി വരുന്ന ദിവസങ്ങളിലാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് റമദാനിലെ ഒറ്റയായി വരുന്ന രാത്രികളിൽ വിശുദ്ധ റമദാനിലെ ആ ലൈലത്തുൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളണേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി 26 ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. 23 ഇമാം ഷാഫി അനുമാനിച്ചിട്ടുണ്ട്. 27 ചില പറഞ്ഞ ആളുകൾ ചില നിഗമനങ്ങൾ പറഞ്ഞു. എന്താ നിഗമനങ്ങൾ? ലൈലത്തുൽ ഖദർ എന്ന ആ വാക്യം 9 അക്ഷരങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ 6666 ആയത്തുകളടങ്ങുന്ന ഖുർആനിൽ ലൈലത്തുൽ ഖദർ 3 വട്ടമാണ് അല്ലാഹു ഉപയോഗിച്ചത്. അപ്പോൾ 9 × 3 27. ആകാശങ്ങളുടെ എണ്ണം 7 ആണ്, ഭൂമിയുടെ എണ്ണം 7 ആണ്, ആഴ്ചകളുടെ എണ്ണം 7 ആണ്. അല്ലാഹുവിന് ഒറ്റ ഇഷ്ടമാണ്, ഒറ്റ ഏറ്റവും ഇഷ്ടം 27 ആണ് എന്നൊക്കെ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ലൈലത്തുൽ ഖദർ 27 രാത്രിയാവാൻ സാധ്യതകൾ പറഞ്ഞവരുണ്ട്. 27 ഉറപ്പിച്ചു പറഞ്ഞ ഒരു പണ്ഡിതനുമില്ല, ഒരു ഗ്രന്ഥവുമില്ല. മറിച്ച് മഹാനായ ഇബ്നു അറബി തങ്ങൾ എന്ന മഹാനായ ആധ്യാത്മിക ഗുരു പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ റമദാനിലെ 21 രാവിലും 23 രാവിലും 25 രാവിലും 27 രാവിലും 29 രാവിലും വ്യത്യസ്ത വർഷങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ലൈലത്തുൽ ഖദർ ഉണ്ടായിട്ടുണ്ട്. ആ സൗഭാഗ്യം ആ ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇതാണ് എന്റെ അനുഭവമെന്ന് ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞത് സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ്. അത് പറയാൻ തന്റെ അതിന് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് കഴിയൂ. നമുക്ക് പാവങ്ങൾ അല്ലാഹു ആ പുണ്യദിനം ലഭിക്കുന്ന അവന്റെ അനുഗ്രഹം ലഭിക്കുന്ന സൗഭാഗ്യവുമായി സാധുക്കളായ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അവസരമായി ദുആ ചെയ്യാൻ. അതോടൊപ്പം തന്നെ വിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞു പോകുമ്പോൾ ഇനിയൊരു റമദാൻ വരവേൽക്കാൻ ഞാൻ ഉണ്ടാകുമോ? നമ്മളിൽ എത്ര പേർ തറാവീഹ് നമസ്കരിക്കാനുണ്ടാവും? നമ്മളിൽ എത്ര പേർ ഇഫ്താർ പങ്കെടുക്കുവാനുണ്ടാവും? അല്ലാഹുവിന്റെ ഔദാര്യത്തോടു കൂടെ ജാമിഅ സിരിയുടെ കീഴിലെ 3 ജുമാ മസ്ജിദുകളിലും സ്ഥാപനത്തിലും മറ്റ് 2 നിസ്കാരപ്പള്ളി 5 പള്ളികളിലും സ്ഥാപനം ഉൾപ്പെടെ അവിടെയെല്ലാം വളരെ വിപുലമായ നോമ്പുതുറയും പരിപാടികളും എല്ലാം ഭംഗിയായി ഈ വർഷം നടന്നു വരുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നത്. പടച്ചതമ്പുരാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിനെ സഹായിച്ച ബിസിനസ് രംഗത്തും അല്ലാതെയൊക്കെയുള്ള നിരവധി സുഹൃത്തുക്കൾ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം അവരുടെ ബിസിനസ്സിലും ഇടപാടിലും കച്ചവടങ്ങളിലും കുടുംബത്തിലും മക്കളിലുമൊക്കെ എല്ലാ നിലയിലും അല്ലാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതോടൊപ്പം ആ നോമ്പുതുറയിൽ പങ്കെടുത്ത എത്ര ആളുകൾ അടുത്ത നോമ്പ് തുറക്കാൻ ഉണ്ടാവും അറിയില്ല. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ അടുത്ത ഖുത്ബയ്ക്ക് റമദാൻ സലാം പറയാൻ ഖുത്ബ ഓതാൻ അവർ ഉണ്ടാകുമോ അറിയില്ല. കേരളത്തിലെ പ്രഗത്ഭനായ അയ്യൂബ് ഖാൻ സൈദി എന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ റമദാനിലെ 5 അദ്ദേഹം അതിന്റെ തലേദിവസം അദ്ദേഹം പ്രസംഗം നടത്തി. നാളത്തെ നോമ്പ് ആ നോമ്പ് തുറക്കാൻ, നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് തുറക്കാൻ ആരുണ്ടാവില്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അന്ന് 2ാം ദിവസം അതിന്റെ പ്രസംഗത്തിന്റെ പിറ്റേ ദിവസം നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് വലിയൊരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയുള്ള യാത്രക്കിടയിൽ അദ്ദേഹം മംഗലാപുരത്ത് ആക്സിഡന്റ് വെച്ചുകൊണ്ട് നോമ്പുതുറയുടെ ഏകദേശം 15 മിനിറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. നോമ്പോടുകൂടെ അല്ലാഹു പണ്ഡിത സുഹൃത്തിന്റെ പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹു നിശ്ചയിച്ചതുപോലെയാണ് ഒക്കെ വരിക എന്നുള്ള ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാവണം. അതോടൊപ്പം അല്ലാഹുവേ ഈ റമദാനിന്റെ അവസാനത്തെ റമദാനാക്കല്ലേ എന്നുള്ള ഹൃദയസ്ഫുരണമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം. റമദാൻ വിട പറഞ്ഞ് ഇൻഷാ അല്ലാഹ് റമദാൻ 29 സൂര്യാസ്തമിച്ചതിന് ശേഷം ശവ്വാലിന്റെ പൊന്നമ്പടി കണ്ടാൽ 30 ദിവസമാവുന്ന ശവ്വാൽ 1 പെരുന്നാളായിരിക്കും. അതിലേക്ക് 30 പൂർത്തിയാക്കി അടുത്ത ദിവസം പെരുന്നാളാവും. പെരുന്നാളാവുമ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു വിഷയം, ഇതുവരെ നാം കാത്തു സൂക്ഷിച്ച ആത്മീയപരമായ എന്തെങ്കിലുമൊക്കെ റമദാനിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങൾ മുഴുവൻ കുഴിച്ചുമൂടുന്ന ഒരു പ്രവണതയും സംസ്കാരവും പ്രവർത്തനങ്ങളും മനസ്സാ വാച കർമ്മണ ഉണ്ടാവാൻ പാടില്ല എന്നത് നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ സമ്പന്നരായ ആളുകളൊക്കെ അവരുടെ മതത്തിന്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നവരാണ്. കൂടാതെ നമ്മുടെ ബോഡിക്ക് സക്കാത്ത് ഉണ്ട്. ഈ കാണുന്ന ബോഡി ഉണ്ടല്ലോ, ഇതിന് സക്കാത്ത് ഉണ്ട്. അതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. തടിയുടെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട പല ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന കാര്യം മറന്നു പോകേണ്ടതില്ല. വാങ്ങാൻ അർഹതയുണ്ടാകും അവർ മിസ്കീനായതുകൊണ്ടോ അല്ലെങ്കിൽ സക്കാത്തിന്റെ അവകാശികളായി എണ്ണി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവരുണ്ടാവും. ഫിത്ർ സക്കാത്ത് കൊടുക്കണമെങ്കിൽ പെരുന്നാൾ
ദിവസത്തെ രാത്രിയിലും അതിന്റെ പകലിലും തന്റെയും താൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായുടെയും ഭക്ഷണം, താമസം, വസ്ത്രം എന്നിവ കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ വിശ്വാസികളും ഫിത്ർ സക്കാത്ത് കൊടുത്തേ പറ്റൂ. എന്താണ് കൊടുക്കേണ്ടത്? ഓരോരുത്തരും കൊടുക്കണം. കുടുംബനാഥനാണ് കൊടുക്കേണ്ടത്. കുടുംബത്തിലെ ഞാനാണെങ്കിൽ ഞാൻ എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും എന്റെ ആശ്രിതരായ എന്റെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവരുടെയും എന്റെ ആശ്രിതരായി ദുർബലരായ ആരെങ്കിലും കുടുംബ ബന്ധത്തിൽപ്പെട്ട് ഞാൻ അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെയും ചേർത്തിക്കൊണ്ട് സക്കാത്ത് കൊടുക്കണം. എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ക്യാഷാണോ? ഒരിക്കലുമല്ല. നാട്ടിലെ മുഖ്യമായ ഭക്ഷണം എന്തോ അതാണ് ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടത്? അറബി കണക്കിന്റെ നമുക്ക് നാട്ടിലെ കണക്കിലേക്ക് വന്നാൽ 2.5 കിലോ അരിയാണ് കൊടുക്കേണ്ടത്. നാട്ടിലെ മുഖ്യമായ ഭക്ഷണം അരിയായതുകൊണ്ട് 2.5 കിലോ അരി ഓരോരുത്തർക്കും കൊടുക്കണം. അപ്പൊ 4 ആളുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 2 ആളുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 5 ആളുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? നിങ്ങൾ കണക്ക് കൂട്ടി കൊടുക്കേണ്ടതാണ്. എപ്പോഴാണ് കൊടുക്കേണ്ടത്? റമദാന്റെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ച് അസ്തമിച്ച മുതൽ അത് നിർബന്ധമാകും. പെരുന്നാളിന് രാവിലെ പോകുന്നതിന് മുമ്പ് കൊടുക്കലാണ് ഉത്തമം. അപ്പൊ കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ കൊടുക്കണം. അന്നത്തെ പകൽ വിട്ടുകൊണ്ട് ഫിത്ർ സക്കാത്ത് പിന്തിക്കാൻ പാടില്ല. അത് ഹറാമാണ്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ച കൂട്ടത്തിൽ കാണുവാൻ കഴിയും. ഈ ഒരു മാസക്കാലം നാം ചെയ്തു കൂട്ടിയ സകലമായ സൽക്കർമ്മങ്ങൾ, വൃതാനുഷ്ഠാനം, തറാവീഹ് ഉൾപ്പെടെയുള്ള എല്ലാ പുണ്യകർമ്മങ്ങളും അല്ലാഹു തആലയിലേക്ക് ഉയർത്തുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് അതിന് ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുത്തെ ടാക്സ് ആണ് ഫിത്ർ സക്കാത്ത്. അവിടുത്തെ ടാക്സ് അടയ്ക്കുന്ന ഈ ഫിത്ർ സക്കാത്ത് ആവുന്ന ടാക്സ് അടയ്ക്കുന്നതോടുകൂടെ അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് അവന്റെ കബൂലിയത്തിലേക്ക് അത് ഉയർത്തപ്പെടും. ഫിത്ർ സക്കാത്തിന് കൊടുക്കാൻ അവന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിട്ടും ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയുടെ സക്കാത്ത് കൊടുക്കാതെ വന്നാൽ ആ അമലുകളോടെ തടസ്സം ചെയ്യും. അവിടെ വണ്ടി അവിടെ കടത്തി ചെക്ക് പോസ്റ്റുകൾ കടത്തിവിടാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ശൈലിയിലൂടെ പഠിപ്പിച്ച കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിരവധി പുണ്യങ്ങൾ, ഒട്ടനവധി അല്ലാഹുവിന്റെ ഔദാര്യങ്ങളും അല്ലാഹുവിന്റെ മഹത്തായ ഓഫറുകളും എല്ലാം ഉള്ള വിശുദ്ധ റമദാനിൽ ഇതുവരെയും വളരെ ആവേശത്തോടെ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖും ആരോഗ്യവും തന്നു. അൽഹംദുലില്ലാഹ്. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ബാക്കിയുള്ള ദിവസങ്ങളുടെ പുണ്യങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിലെ നേരത്തിൽ കഴിഞ്ഞെങ്കിൽ അത് അല്ലാഹു നമുക്ക് അത് ലഭിച്ച സൗഭാഗ്യവുമായി നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞില്ല എങ്കിൽ ഇനിയും ഇന്നും പറ്റിയ ദിവസമാണ് 25-ാം രാവാണ് ഇന്ന്. ഇനിയും വരാൻ പോകുന്നു 27-ാം രാവ്, വീണ്ടും വരാൻ പോകുന്നു 29-ാം രാവ്. ആ നാടുകളെല്ലാം വിശ്വാസത്തോടെ എന്റെ റബ്ബിന്റെ തള്ളിക്കടയിൽ നിന്നുള്ള ഉത്കടമായ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ബനിയാനെതിരായി കരഞ്ഞ് ദുആ ചെയ്യുക. നമുക്ക് മരണപ്പെട്ടു പോയ നിരവധി ആളുകൾ അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നുള്ള ദൃഢമായ ഹൃദയസ്പൃക്കായ പ്രാർത്ഥനകൾ ചെയ്യുക. ഈ ജില്ലയിലെ നേതൃത്വത്തിലുള്ള മലക്കുകളുടെ മെയിൻ ഡ്യൂട്ടി അല്ലാഹുവിന്റെ അടിമകൾ എന്ത് ചോദിക്കുന്നുവോ അത് രേഖപ്പെടുത്തി വെക്കലും അതിന് സർട്ടിഫൈ ചെയ്യുകയാണ്. ആരാണ് എന്നോട് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നത്? അവർക്ക് നരകം നിഷിദ്ധമാക്കാൻ ഞാൻ തയ്യാറാണ്. പാപഭംഗീരമായ ജീവിതം നയിച്ച് പാപമോചനത്തെ ആരാണ് ആവശ്യപ്പെടുന്നത്? അവന്റെ മൊത്തം പാപം ഞാൻ പൊറുത്തു കൊടുത്തുകൊള്ളാമെന്ന് ആകാശഗംഭീരിൽ ഇരുന്നുകൊണ്ട് ജൈനികന്താവായ തമ്പുരാൻ വിളിച്ചു പറയുന്ന പുണ്യമായ നാടുകളിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുള്ളത്. അതുപോലെ നേതൃത്വക്കാരുടെയും ഈ അവസാന നാടുകളുടെയും ഒക്കെ മഹത്വങ്ങൾ മനസ്സിലാക്കി ഒരു കാര്യം ചിന്തിക്കുക. റമദാൻ ഒന്നിനേക്കാൾ മഹത്വമാണ് 2, അതിനേക്കാൾ മഹത്വമാണ് 3, അതിലും മഹത്വമാണ് 4. അങ്ങനെ വരുമ്പോൾ ഇന്നത്തേക്കാൾ പുണ്യമാണ് ഇന്ന്, ഇതിലും മഹത്വമാണ് നാളെ. റമദാന്റെ ഓരോ ദിവസങ്ങളിലും കോടിക്കണക്കിന് അല്ലാഹു മോചിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് വിജയത്തിന്റെ മാസങ്ങളാണ്, ഇത് പരിചരണത്തിന്റെ മാസമാണ്, വിശുദ്ധിയുടെ മാസമാണ്. അങ്ങനെ ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകളെ അല്ലാഹു നരകത്തിൽ മോചിപ്പിച്ച് റമദാന്റെ അവസാന ദിവസമാകുമ്പോൾ 1 മുതൽ 29 വരെ എത്ര കോടി ജനങ്ങളെ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് മോചിപ്പിച്ചോ അതിന്റെ എണ്ണമറ്റ ഇരട്ടി പടച്ചതമ്പുരാന്റെ ഔദാര്യം കൊണ്ട് മൊത്തം അവന്റെ ഇഷ്ടദാസന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആ ഔദാര്യത്തിലെങ്കിലും പാവങ്ങളായ ഇബാദത്ത് കുറഞ്ഞു പോയ ദുർബലരായ ഈമാൻ കുറഞ്ഞ ഇൽമില്ലാത്ത സാധുക്കളായ നമ്മെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇന്ന് ടീം കലക്ഷനോടൊപ്പം നമ്മുടെ പള്ളിയിലെ സ്ഥിരം ഇമാമത്ത് നിർവഹിക്കുന്ന നമ്മുടെ കരീം മുസ്ലിയാർ അവരുടെ പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ട് ഇമാമത്ത് കുത്തൽ. അത് പഴഞ്ചനായി തള്ളിക്കളയേണ്ടതില്ല. നമ്മുടെ ഒരു റമദാന്റേതായ ഒരു സ്വതക്ക, ഒരു ഹദിയ, അത് വലിയ പുണ്യമുണ്ട്. അതും കൂടെ നിർവഹിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതും കൂടെ ഉദ്ദേശിച്ച് റമദാന്റെ ഒടുവിലെ റമദാനാണ്. ഇനിയൊരു റമദാനിൽ സദഖ ചെയ്യാൻ ഉണ്ടാവുമോ നമുക്കറിയില്ല. അതും കൂടെ കരുതി നല്ലൊരു സംഖ്യ ഇന്നത്തെ ടെൻകലക്ഷൻ നിക്ഷേപിക്കണം. ഇതുവരെ നല്ല സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു റഹ്മായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു